നാം ഇന്നുവരെ നേരിട്ടിട്ടില്ലാത്ത ഉഷ്ണകാലത്തിലൂടെ നാം കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയും അപൂർവം മാത്രം കേട്ടിരുന്ന ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം എന്ന് നാം എല്ലാവരും നേരിടുന്ന ഒരു ഭീഷണിയായി തീർന്നിരിക്കുന്നു. അമിതമായ ചൂട്, അധ്വാനം മൂലമുള്ള അമിതമായ ചൂട് ഉൽപ്പാദനം, അപര്യാപ്തമായ താപനഷ്ടം എന്നിവയുടെ സംയോജനത്താൽ സൂര്യാഘാതം സംഭവിക്കുന്നു. അതിന് മുന്നോടിയായി ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ സൂര്യാഘാതത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളുമായി ദിവസേന എന്നോണം രോഗികളെ ചികിത്സിക്കേണ്ടി വരുന്നു. മിക്കപ്പോഴും വേനൽക്കാലത്ത് പ്രായമായവരിലും അവശതയുള്ളവരിലും നിർജ്ജലീകരണത്തിന് കാരണമായി ഞങ്ങൾ കാണുന്ന ഒന്നാം തരം സൂര്യാഘാതവും ആരോഗ്യ പ്രശ്നങ്ങളോ മരുന്നുകളോ ഒന്നുമില്ലാത്ത ചെറുപ്പക്കാരിൽ പുറംപണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളിൽ ചൂട് മാത്രമല്ല ഈർപ്പമുള്ള നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന രണ്ടാം തരം സൂര്യാഘാതവും കാണുവാൻ സാധിക്കുന്നു. അപകട സാധ്യതാ ഘടകങ്ങൾ, പ്രായാധിക്യം, ചൂട് തരംഗങ്ങൾ, ഉയർന്ന ആർദ്രത, ചില മരുന്നുകൾ, ഹൃദ്രോഗം, വൃക്ക തകരാറുകൾ എന്നിവയൊക്കെയുമാണ്. അത്യാഹിത മെഡിസിൻ വിഭാഗങ്ങളിൽ ഉയർന്ന ശരീര താപനിലയും ചുവപ്പ് ചർമ്മവും തലവേദന, തലകറക്കം, ഓക്കാനം തുടങ്ങിയ പ്രാഥമിക ലക്ഷണങ്ങളൊക്കെയുമായും അതുപോലെ തന്നെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു ജീവന് ഭീഷണിയായ അവസ്ഥയായ മോഡ്സ് അല്ലെ മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒന്നിലധികം അവയവങ്ങളിലെ പ്രവർത്തന വൈകല്യങ്ങൾ ഉണ്ടാകുന്ന, അതുപോലെ അപസ്മാരം, റാബ്ഡോമയോലൈസിസ്, പേശികളുടെ തകർച്ച, അതുമൂലമുണ്ടാകുന്ന വൃക്കപരാജയം തുടങ്ങിയ സങ്കീർണതകളുമായുമൊക്കെ നാം രോഗികളെ ICUവിലും ചികിത്സിക്കേണ്ടി വരുന്നു. ഇത്തരം സങ്കീർണതകൾ നിറഞ്ഞ അവസ്ഥകളിൽ കാർഡിയോളജി, നെഫ്രോളജി, ന്യൂറോളജി, പൾമണോളജി എല്ലാവരും ഉൾപ്പെട്ട് ഒരു ടീമായി ഞങ്ങൾ രോഗികളെ ചികിത്സിക്കുന്നു. ദ്രുത ശീതീകരണമാണ് ആദ്യത്തെ ചികിത്സാവിധി. വീടുകളിൽ തണലുള്ള ഭാഗത്തേക്ക് വ്യക്തിയെ നീക്കി വസ്ത്രങ്ങൾ അഴിച്ച് വെള്ളം സ്പ്രേ ചെയ്ത് ഫാനിട്ട് തണുപ്പിക്കാമെങ്കിൽ ദ്രുതവും ഫലപ്രദവുമായ തണുപ്പിക്കലായി. രക്തചംക്രമണ പരാജയത്തിന് ഞരമ്പുകളിലൂടെ ദ്രാവക പുനരുത്തേജനം നടത്തി ആശുപത്രികളിൽ സാധാരണയായി ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലും നാം എല്ലാവരും ഏറ്റവും അറിയേണ്ടത് ഈ വിപത്തിനെ തടയുവാൻ തന്നെയാണ് അമിത ചൂടും നിർജ്ജലീകരണവും ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ. കനം കുറഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, കഠിനമായ വ്യായാമം ഒഴിവാക്കുന്നതിലൂടെ, നേരിട്ടുള്ള സൂര്യനെ തടയുന്നതിലൂടെ, ദ്രാവകങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, ഇടയ്ക്കിടെ കുടിക്കുന്നതിലൂടെ, അതുപോലെ മദ്യം, ഉത്തേജക പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിലൂടെ നമുക്കൊരുമിച്ച് ഫലപ്രദമായി നേരിടാം ഈ വേനൽ ചൂടിനെ. നന്ദി.